ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ അനുപമയുടെ ആ ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ്റെ വീട്ടിലെ എല്ലാവരും തന്നെ ആ ഒരു പോസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ പോസ്റ്ററിൽ അനുപമയുടെ ചിഹ്നമായിട്ട് നിലവിളക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ സുശീലയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുശീലയ്ക്ക് ഓന്തിൻ്റെ ചിഹ്നമായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. അത് കണ്ട് കുറേ നേരം സത്യനൊക്കെ കളിയാക്കി ചിരിക്കുകയും ചെയ്തായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ സ്ഥാനാർത്ഥി മാറിയതോടുകൂടി സ്ഥാനാർത്ഥിക്ക് അനുയോജ്യമായ നിലവിളക്കിൻ്റെ ചിഹ്നം തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അനുവടുത്തിയുടെ സ്വഭാവത്തിനും ചേർന്ന ചിഹ്നം തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ശ്യാമും സത്യനും പറയുകയും ചെയ്തു കേട്ടോ. അപ്പം തന്നെ നമ്മുടെ സുശീലയൊന്ന് നോക്കുകയാണ് കേട്ടോ. എന്തായാലും സുശീലയുടെ സ്വഭാവത്തിനും പറ്റിയ ചിഹ്നമായിരുന്നല്ലോ സുശീലയ്ക്ക് കിട്ടിയത്. ഓന്ത് പോലും നിറം മാറാത്ത രീതിക്കാണല്ലോ സുശീല മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അനുപമയ്ക്ക് നിലവിളക്കിൻ്റെ ചിഹ്നം കിട്ടിയത് സുശീലയ്ക്കും സോനയ്ക്കും അത്രയങ്ങ് പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സുശീല തന്നെയാണല്ലോ തള്ളിക്കയറ്റി മരുമകളെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എല്ലാം മൗനമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹർഷയുടെ കൂടെ ചേർന്ന് അനുപമയ്ക്ക് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടാണ് സുശീല ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് തന്നെ. ഹർഷ പറഞ്ഞു കൊടുത്ത ആ ഒരു ബുദ്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അനുപമയുടെ പേരിൽ സുശീലയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് നാണം കെടുത്തി അങ്ങനെ സ്വയം രാജിവെച്ച് ആ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ അനുപമയ്ക്ക് ഉണ്ടാകാനും അതുവഴി നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയായി നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. സുശീലയ്ക്ക് ഉണ്ടായതിനേക്കാൾ വലിയ മാനക്കേട് അനുപമയ്ക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹർഷയും സുശീലയും കൂടി ഈ ഗൂഢാലോചനയൊക്കെ നടത്തുന്നത് കേട്ടോ. അതിനുവേണ്ടി അന്ന് വാങ്ങി വെച്ച ആ വിഷം തന്നെ ഇവർ പ്രയോഗിക്കാൻ മതി. ചായയിലെങ്ങാനും സുശീലയ്ക്ക് അനുപമ വിഷം ചേർത്ത് കൊടുത്തു എന്നുള്ള തരത്തിലായിരിക്കും വാർത്തകൾ പ്രചരിപ്പിക്കുന്നതൊക്കെ കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഹർഷയും സുശീലയും കൂടി ഇപ്പോൾ ഒന്നായിരിക്കുന്നത്. എന്തായാലും സുശീല വെച്ചത് ചക്കിന് കൊള്ളുമോ അതോ കൊക്കിന് കൊള്ളുമോ എന്ന് കണ്ടറിയാം. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഒരാവശ്യമില്ലാതെ അനുപമയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിച്ച് എല്ലാത്തിനും ഇറങ്ങി തിരിച്ചിട്ട് സുശീലയുടെയും ഹർഷയുടെയും പ്ലാൻ പാളിപ്പോയാൽ നമ്മുടെ അനുപമ അങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യും. സുശീലയ്ക്ക് എന്താ ഉദ്ദേശിച്ച ഒന്നും കിട്ടത്തുമില്ല. മരുമകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് അവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനും പറ്റാത്ത അവസ്ഥയായി പോവും. ഇതേ സമയത്ത് വിനയനാണെങ്കിലോ എങ്ങനെയെങ്കിലും ചീരുവിൻ്റെ കുടുംബമായിട്ട് വീണ്ടും ചേർന്ന് നിൽക്കണം. ചീരുവിൻ്റെ ഡെലിവറിക്ക് 1,00,000 രൂപ ആവശ്യമുണ്ടല്ലോ. അപ്പം അതെങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദാസാറിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പുറപ്പെട്ടിട്ടുള്ളത്. ഇതേ സമയത്ത് രഘു ആണെങ്കിലോ ആമിയെയും മകളെയും ദാസാറിൻ്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. അവരിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ജയിലിൽ പോയിട്ട് ആദിലിനെ കണ്ടിരുന്നു. ആദിലിനോട് ആമി പറഞ്ഞിരിക്കുന്നത് തങ്ങളെ രഘു രക്ഷിച്ചു എന്നും തങ്ങൾ ഇന്ന് തന്നെ പുതിയ താമസ സ്ഥലത്തേക്ക് മാറുകയാണ്, എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. രഘുവിനെ കണ്ടപ്പോഴാണ് മനുഷ്യന്മാരിൽ ഇത്രയും നന്മയുള്ള ആൾക്കാരുണ്ടെന്നുള്ള കാര്യം താൻ അറിഞ്ഞത് എന്നൊക്കെ ആമി പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കേട്ട് ആദിലിന് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആദിലിനോട് യാത്ര പറഞ്ഞിട്ടാണ് ദാസാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ദാസാറിനെ കുറിച്ച് രഘുവേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. ദാസാർ എന്തായാലും ആമിയോടും മകളോടും അകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറയാണ്. രഘു അവിടെയുണ്ട്. ഈ സമയത്താണ് മണത്ത് നമ്മുടെ വിനയൻ അങ്ങോട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. വിനയൻ എത്തിയതും ദാസാറ് പെട്ടെന്ന് തന്നെ ആമിയോട് പുറത്ത് വരണ്ടെന്നും അതേപോലെ തന്നെ രഘുവിനോടും പുറത്ത് വരണ്ടെന്നും ഒക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ രഘുവിൻ്റെ ചെരുപ്പൊക്കെ അവിടെ കണ്ട് നമ്മുടെ വിനയൻ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്താ വിനയ നീ ഈ വഴിക്കുന്ന് ദാസാറ് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. നിനക്ക് ഞാനിപ്പോൾ എന്ത് ജോലി തരാനാ? അതല്ല, ഇന്ദ്രനെയും രഘുവേട്ടനെയും ഒക്കെ ഒരു നിലയിലെത്തിച്ചത് അങ്കിളല്ലേ, അതുപോലെ എനിക്ക് എന്തെങ്കിലും സഹായം. വിനയാ നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഞാൻ നാട്ടുകാരെ മുഴുവൻ സഹായിച്ച് കമ്പനി തുടങ്ങാൻ സഹായിക്കുന്ന ആളാണെന്ന്. അങ്ങനെയല്ല, അങ്കിൾ ആദ്യം എന്തായാലും രഘുവേട്ടനെ സഹായിച്ചു, പിന്നെ അതേപോലെ ഇന്ദ്രേട്ടനെയൊക്കെ സഹായിച്ചില്ലേ. പിന്നെ വരുന്നത് ഇപ്പോൾ എന്തായാലും ചീരുവല്ലേ, അപ്പോൾ അവളുടെ ഭർത്താവായ എന്നെ കൂടെ സഹായിക്കുന്നത് അത് ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ദാസാർ പറഞ്ഞു അതെങ്ങനെയാ വിനയ ഒരുപോലെ ആവുന്നത്? ഇന്ദ്രനെയും രഘുവിനെയും കാണും പോലെ എനിക്ക് ഒരിക്കലും നിന്നെ കാണാൻ പറ്റില്ല. പിന്നെ നിന്നെ സഹായിക്കുന്നത് മൂലം ഒരിക്കലും ചീരുവിനോ മക്കൾക്കോ ഒരു ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയാട്ടോ. അത് അങ്കിൾ എനിക്കൊരു അവസരം തന്നാലല്ലേ ഗുണം ഉണ്ടാവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമെന്ന് വിനയൻ ചോദിക്കാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാലോ മനുഷ്യന്മാരുടെ ഗുണം എന്നൊക്കെ പറയാം കേട്ടോ.
എന്നാലും അങ്കിളെ എനിക്കൊരവസരം. വിനയം ചെല്ലാൻ നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്കിള് എനിക്ക് കുറച്ച് കടം ആയിട്ട് കുറച്ച് രൂപയെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയാം കേട്ടോ. വല്ല 10,000-10,000 ആണേ തരാം, അത് കൂടുതലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താവാനാ, 1,00,000 രൂപ വേണം. അറിയാലോ ചീരുവിൻ്റെ ഡെലിവറി ഇങ്ങ് എത്താറായി എന്നൊക്കെ പറയാം കേട്ടോ. ചീരുവിൻ്റെ ഡെലിവറി ഓർത്ത് അതിനുവേണ്ടി നീ പണപ്പിരിവിന് ഇറങ്ങണ്ട. അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ താമസിക്കുന്നത്. അവളുടെ ഡെലിവറീൻ്റെ ചിലവൊക്കെ അവരേറ്റെടുത്തോളും. അതിനുവേണ്ടി നീ പിരിക്കാൻ ഇറങ്ങണ്ട വിനയാന്ന് പറയാം കേട്ടോ. പിന്നെ നീ മനസ്സിൽ ഇതൊക്കെ എന്തിനാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് വെച്ചാലേ അതങ്ങ് വാങ്ങി വെച്ചേക്ക്. നീ ഉദ്ദേശിക്കും പോലെ കാര്യങ്ങളൊന്നും ഇനി നടക്കത്തില്ല എന്ന് പറയാം കേട്ടോ. അല്ല പിന്നെ എനിക്ക് ഗസ്റ്റ് ഉണ്ട്, നിന്നോട് സംസാരിക്കാൻ സമയമില്ല, നീ പോകുമെന്ന് പറയാം കേട്ടോ. ഗസ്റ്റ് എന്താ രഘുവേട്ടൻ്റെ കൂടെ വന്നതാണോ എന്ന് ചോദിക്കാം കേട്ടോ. രഘുവേട്ടൻ്റെയോ? അതെ, ഇത് രഘുവേട്ടൻ്റെ ചെരുപ്പല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അതെന്താടാ രഘുവിന് മാത്രം ഇങ്ങനത്തെ ചെരുപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ വിനയം പിന്നെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. പക്ഷേ വിനയൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇനി ആമീനെയും കുട്ടീനെയും വിനയനെ ഇവിടെ കണ്ടെത്തും. അതിൻ്റെ പേരിൽ ദാസാറിനെയും അതേപോലെ തന്നെ രഘുവിനെയും ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവൻ എങ്ങനെയെങ്കിലും ആ കമ്പനി കയറി കൂടും. അങ്ങനെ പിന്നെ ഈ സ്വർണത്തിൻ്റെ കാര്യവും എല്ലാം അവനെ അറിയാൻ മതി. അവസാനം എല്ലാവരെയും അറിയിക്കുന്നു പറഞ്ഞ് അവനും കൂടെ അതിൻ്റെ ഷെയർ വാങ്ങാൻ മതി കേട്ടോ. ഇതുപോലത്തെ വൃത്തികെട്ട കഥകളാണല്ലോ ഇതിൽ നടക്കാറുള്ളത്. മിക്കവാറും വിനയൻ അങ്ങനെ തന്നെയായിരിക്കും. സൂചി കുത്താൻ ഇടം കൊടുത്താലേ അവിടെ കമ്പിപ്പാര കയറ്റുന്നവനാ വിനയൻ. എന്നേക്കുമായി ചിലങ്കയുടെ ജീവിതത്തിൽ നിന്ന് വിനയനെ പുറത്താക്കിയിരിക്കണം. അത് നിയമപരമായിട്ട് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ചീരുവിനും മക്കൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. ചീരുവിന് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു ആൺകൊച്ചു കൂടി ആണെങ്കിൽ പിന്നെ വിനയൻ എന്തായാലും ജീവിതം അവസാനം വരെ ചീരുവിനെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ആമി രഘുവിനൊരു തലവേദന ആവാതിരിക്കട്ടെ. ദാസാറ് കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു പേരിലെങ്കിലും നമ്മുടെ രഘുവിന് അമ്പിളിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ താൻ ചെയ്തു പോയ ഒരു തെറ്റിന് ഒരു പ്രായശ്ചിത്തമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രഘു ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അത് അമ്പിളിക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. വിനയൻ്റെ ഏഷണിയും ഭീഷണിയും ഒന്നും ഏൽക്കാതെ അവർ സുഖമായിട്ട് തന്നെ ജീവിക്കട്ടെ. വിനയൻ ചെയ്ത തെറ്റിൻ്റെ ഉള്ള എല്ലാ ശിക്ഷയും വിനയം അർഹിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.